സർ, ഈ ഡൽഹിയിലെ ബി.ജെ.പിയുടെ വിജയം അത് ഒരുപക്ഷെ എക്സിറ്റ് പോളുകളൊക്കെ വലിയ രീതിയിൽ നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് മനസ്സിലാക്കി തന്നതാണ്. 27 വർഷങ്ങൾക്ക് ശേഷം ബി.ജെ.പി അവിടെ അധികാരത്തിൽ വരുന്നു എന്നുള്ളത്. പക്ഷേ അവിടെ ഏറ്റവും നമ്മൾ ശ്രദ്ധേയമായി കാണേണ്ടത് കോൺഗ്രസ് വെറും വട്ടപൂജ്യമായിരിക്കുന്നു. ഒരു സീറ്റ് പോലും നേടാൻ കഴിയാതെ കോൺഗ്രസ് അധപതനത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പൊ സ്നേഹത്തിന്റെ കടയിലേക്ക് മുട്ടക്കച്ചവടം മാത്രമായി മാറിയിരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് പോവുകയാണോ? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് എന്നേക്ക് അപ്രസക്തമായി. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപിതാവ് ഗാന്ധിജി എന്താ പറഞ്ഞത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടി ആകാൻ പാടില്ല എന്ന് പറഞ്ഞതാണ്. ഇത് പിരിച്ചുവിടണമെന്ന് അദ്ദേഹം വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷേ നെഹ്റു എന്ന് പറയുന്ന കപട രാഷ്ട്രീയക്കാരനെ ഇതിനെ ചുവന്നുകൊണ്ട് നടക്കുകയായിരുന്നു. ഇപ്പൊ അത് അനുഭവിക്കുക. പക്ഷെ ഇന്ത്യയിൽ ജനം ഇത് മനസ്സിലാക്കാൻ താമസിച്ചു എന്നുള്ളതാണ് സത്യം. പക്ഷേ നേരത്തെ വിവരമുള്ളവർ മനസ്സിലാക്കി. ഇപ്പോ എന്താ, മോദി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് വന്നു. ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ കാണണ്ടേ? ഇന്ത്യയിൽ മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ കൈ നീട്ടിരുന്ന നെഹ്റുവിന്റെയും ശാസ്ത്രിയുടെയും ഉൾപ്പെടെയുള്ള ആ കോൺഗ്രസ് കാലഘട്ടം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട മോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം വ്യത്യാസം എന്താ? ഇന്ന് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും അതുപോലെ ഇന്ത്യയുടെ മുമ്പിൽ മറുഭാഗത്തായ ഭാരതത്തിന്റെ മുമ്പിൽ കൈനീട്ടി നിൽക്കുക. എന്തിനു വേണ്ടി? സഹായത്തിന് വേണ്ടി. അമേരിക്ക പോലും ഇന്ന് അത്താണിയായി കാണുന്ന ഒരു രാജ്യമായി, ഒരു നേതാവായി പ്രധാനമന്ത്രിയും ഭാരതവും മാറി എന്നത് എത്ര അഭിമാനകരമാണ്. സത്യത്തിൽ ആ പ്രതികരണം, രാജ്യത്തെ ജനങ്ങളുടെ പ്രതികരണം മനസ്സിലാക്കാൻ കഴിയാത്തത് നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമേ ഉള്ളൂ. ഈ സൗത്ത് ഇന്ത്യ മാത്രമേ ഉള്ളൂ. തന്നെ മാറിക്കോളും. വിവരം എന്ന് പറഞ്ഞ് തലയ്ക്ക് പിടിച്ചെങ്കിലല്ലേ ഉണ്ടാവും. അതായത് സ്വാഭാവിക ഡൽഹിയിലെ ജനങ്ങൾക്കുണ്ടായ മാറ്റം എത്ര വലുതാ? ആദ്യം 3 സീറ്റ് ഉണ്ടായിരുന്ന 2 സീറ്റ് ഉണ്ടായിരുന്ന ബി.ജെ.പി ആണിപ്പോ 48ലേക്ക് വന്നു. ഒന്ന് ആലോചിക്കണം. അതായത് അഴിമതിക്കെതിരാണ് ജനം. മോദി എന്ന് പറയുന്ന ആ വലിയ വ്യക്തിത്വത്തിന്റെ പ്രത്യേകത അഴിമതിക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടമാണ്. വികസനമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. എന്റെ കുടുംബമല്ല വലുത്, എന്റെ കുടുംബം ഭാരതമാണ്, ആ ഭാരതമാണ് വലുതെന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ രാജ്യമായി ഭാരതത്തെ മാറ്റിയിരിക്കുന്നതാണ് മോദിജിയുടെ മഹത്വം. തീർച്ചയായും അതിനുള്ള അംഗീകാരമാണ് ഡൽഹിയിലെ ജനങ്ങൾ മോദിജിക്ക് ഈ തെരഞ്ഞെടുപ്പ് നൽകിയതെന്നാണ് എന്റെ ഉറച്ച അഭിപ്രായം. ഇത് തന്നെ കേരളത്തിൽ സംഭവിക്കും. കേരളത്തിൽ സംഭവിക്കാതിരിക്കാൻ പറ്റില്ല, ഒരു സംശയം വേണ്ട. അത് സംഭവിക്കും. ധൈര്യമായിട്ടിരുന്നോളുക. ഈ രാഹുൽ ഗാന്ധിയെ മുന്നിട്ട് നിർത്തിക്കൊണ്ടുള്ള ഒരു തിരഞ്ഞെടുപ്പും വിജയകരമാകില്ല എന്ന് കോൺഗ്രസിന് പൂർണ്ണമായി ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അത് മാത്രമല്ല, ഈ മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ, അദ്ദേഹത്തെ കൊണ്ട് ഒരു പ്രയോജനവും കോൺഗ്രസിനില്ല. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര, ഹരിയാന പോലുള്ള സ്ഥലങ്ങളിൽ കൃത്യമായി പാർട്ടിയെ നയിക്കാനോ പാർട്ടിയിൽ കൃത്യമായി ജനങ്ങളെ അത് ബോധ്യപ്പെടുത്താനോ കഴിയില്ല. ഭാവി പ്രധാനമന്ത്രി എന്നുള്ള ഒരു എന്താ പറയുക, അത്തരത്തിലൊരു രാഹുൽ ഗാന്ധിയെ കാണിച്ചുകൊണ്ടുള്ള കോൺഗ്രസിന്റെ നീക്കം, ഒരു കുടുംബ വാഴ്ച, അതിന് വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറയാത്ത എന്താണെന്ന് വെച്ചാൽ, ഒരു നേതാവിനെ പറ്റി മോശം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു സത്യമാണ്, രാഹുൽ ഗാന്ധി മാത്രമല്ല, ഖാർഗെ മാത്രമല്ല, ഏത് നേതാവ് കോൺഗ്രസിനെ വന്നാലും വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ഭാരതത്തിന്റെ ജനവിധി എന്ന് പറയുന്നത് കോൺഗ്രസിനെതിരായിരിക്കും. പ്രത്യേകിച്ച് മോദിജിയെ പോലുള്ള ഒരു വലിയ നേതാവ്, മോദിജി മാത്രമല്ല, അമിത്ഷാ, എന്താ കുഴപ്പം? അതുപോലെ തന്നെ നഡ്ഡാജി, ഇവരൊക്കെ വലിയ നേതൃത്വമുള്ളവരാണ്. അവരൊക്കെ ജനങ്ങളോടൊപ്പം നിൽക്കുകയാണ്. സ്വാഭാവികമായി അവരെ തകർക്കാൻ കഴിയില്ല. അതിനെ 100 അടുത്തെത്താൻ പറ്റുന്ന നേതൃത്വം നേരെ തന്നെ കോൺഗ്രസിനില്ല. ആ നിലയ്ക്ക് കോൺഗ്രസ് തകർന്നു തന്നെയാണ്. അതുകൊണ്ട് കോൺഗ്രസ് വിട്ടു രാഷ്ട്രീയം ഇന്ത്യൻ ജനത ചിന്തിക്കൂ. കേരളവും ആ നില ചിന്തിക്കുന്നതിന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പൊ കേരളത്തിലെ കാര്യം എടുക്കാം. കേരളം ഇപ്പോ ഈ നില മുന്നോട്ട് പോയാൽ എന്താ വരാൻ പോകുന്നത്? ഇതൊരു മുസ്ലിം ഭരണം വേണമെന്ന്, അല്ലെങ്കിൽ ആ നിലയിലേക്ക് വരിക. ഏതായാലും പിണറായി വിജയൻ വളരെ സന്തോഷത്തോടെ ഇരിക്കുക. ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും അധികാരത്തിൽ വരാമെന്നുള്ള വളരെ ദാക്ഷ്യത്തോടുകൂടിയാണ് പിണറായി വിജയൻ പോകുന്നതെന്ന് നമ്മൾ കണ്ടോണ്ടിരിക്കല്ലേ. അതിന്റെ കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോ കിടക്കുന്നില്ല. നമ്മൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ അധപ്പതനം എന്നാണ് ഞാൻ കാണുന്നത്. അത് കേരളത്തിലേക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു വർഷത്തിനകം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിയമസഭയിൽ അധികാരത്തിൽ വരേണ്ട
കോൺഗ്രസ് 6 കഷ്ണമായിട്ട് മുഖ്യമന്ത്രി തപ്പി ഇപ്പോഴും 7 8 മുഖ്യമന്ത്രിമാരായി കഴിഞ്ഞു. ഇനി എത്ര എണ്ണം വരുമെന്ന് അറിയില്ല. ആ നിലയിൽ കോൺഗ്രസ് അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ജനങ്ങളെന്ത് ചെയ്യാൻ പറ്റും? കോൺഗ്രസ് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളെ പോലും അത് സമ്മതിക്കാത്ത നിലയിലേക്ക് നേതൃത്വം മാറുകയല്ലേ. ഇത് നേതൃത്വം നന്നാകാതെ കോൺഗ്രസ് നന്നാകാൻ പോകുന്നില്ല. കോൺഗ്രസ് നന്നാകാതെ കോൺഗ്രസ് പാർട്ടി രക്ഷപ്പെടുകയില്ല. അത്രേ ഉള്ളൂ ഇത് സംബന്ധിച്ച് പറയാം. ഒരു കാര്യം കൂടി, ഈ 27 വർഷത്തിന് ശേഷമാണ് ഡൽഹി BJP തിരിച്ചു പിടിക്കുന്നത്. അപ്പോൾ കൃത്യമായ RSSന്റെ ഒരു പിന്തുണയുണ്ട്, അടുക്കും ചിട്ടയുമായുള്ള ഒരു പ്രവർത്തനമുണ്ട്, കൃത്യമായ രീതിയിലുള്ള ആസൂത്രണമുണ്ട്. അതൊക്കെ തന്നെയാണ് ഡൽഹി BJP വീണ്ടും സ്വീകരിച്ചത്. ഡൽഹിയുടെ ഹൃദയം BJPക്കൊപ്പമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. എന്തുകൊണ്ട് കേരളത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇപ്പോ ഷോൺ ജോർജിനെ പോലുള്ള യുവ നേതാക്കളുണ്ട്, അവരൊക്കെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചു പറയുന്നവരാണ്. അത്തരത്തിലുള്ളവരെ നേതൃനിരയിലേക്ക് കൊണ്ടുവരണമെന്ന് കേരളത്തിലെ ജനങ്ങൾ വരെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം നമുക്ക് തന്നെ ഷോൺ ജോർജുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായങ്ങൾ, കമന്റുകളൊക്കെ നമ്മൾ തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു അച്ഛൻ എന്ന നിലയിൽ യുവ തലമുറകൾ BJPയിലേക്ക് വരട്ടെ, നയിക്കാൻ വരട്ടെ എന്നുള്ളൊരു തോന്നൽ PC ജോർജ് എന്ന് പറയുന്ന നേതാവിനുണ്ട്. ഒരുപാട് അനുഭവ പാരമ്പര്യമുള്ള, ഒരുപാട് നാൾ MLA സ്ഥാനമൊക്കെ അലങ്കരിച്ച ആളാണെന്ന് ചോദിക്കുകയാണ്. കാരണം യുവ രക്തം തന്നെ വരണം മുന്നോട്ട്. BJPയുടെ പ്രശ്നം എന്താ വെച്ചാൽ സംഘടന തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ ഇനിയാളെ നേതാവാക്കണം എന്നുള്ള അഭിപ്രായം ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം, വലിയ സമൂലമായ പാർട്ടി ഘടനയിൽ ഉണ്ടാവും. അതങ്ങനെ താഴ്നിലയിൽ ഇപ്പോ മണ്ഡല ലെവലിലും പഞ്ചായത്ത് ലെവലിലും ഒക്കെ ജില്ലാ ലെവലിലും ഒക്കെ ചർച്ച നടന്നു. അതിൻ്റെതായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആരോഗ്യകരമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ലെവലിലും ദേശീയ ലെവലിലും ഇനി വരാൻ പോവുകയാണ്. ആ സംഘടനാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും. അല്ലാതെ ഞാനൊന്നും പറയേണ്ടതായിട്ടില്ലെന്നാണ് എന്റെ അഭിപ്രായം. ഒരു കാര്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. PC ജോർജ് ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ള ചില വിവരങ്ങൾ കേൾക്കുന്നുണ്ട്. അത്തരത്തിലുള്ള എന്തെങ്കിലും കേട്ടിരുന്നോ? അങ്ങനെ വരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ ബന്ധപ്പെട്ട കാര്യമല്ല. ഞാൻ ഒരു സ്ഥാനം ആഗ്രഹിച്ചില്ല, ഒരു സ്ഥാനം ചോദിച്ചിട്ടില്ല, ഒരു സ്ഥാനം തരാമെന്ന് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ നിരുപാധികം BJP ആണ് ശരി എന്ന ബോധ്യത്തോട് BJP ചേർന്ന ഒരു പൊതുപ്രവർത്തകനാണ്. അതുകൊണ്ട് അവിടുന്ന് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടല്ല ഞാൻ BJP ചേർന്നത്. ഒരു വാഗ്ദാനം എന്നോട് അന്ന് ഞാൻ ചേരുമ്പോൾ നഡ്ഡാജിയാണ് മെമ്പർഷിപ്പ് വരുമ്പോൾ നഡ്ഡാജി അതുപോലെ പ്രധാനം എല്ലാവരും ചെന്നിരുന്നില്ല. അവിടെ എന്നോട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചു. അപ്പൊ വലിയ സ്ഥാനമൊക്കെ ചോദിച്ചു. ഞാൻ സോറി, ഇതിനൊന്നും വേണ്ടി വന്നവനല്ല, ഞാൻ BJPക്കാരനാണ് എന്ന് പറഞ്ഞ് പോകുന്നയാളാണ്. അതുകൊണ്ട് ആ ചോദ്യത്തിന് അർത്ഥമില്ല എന്നാണ് വിനിമർശനം പറയാനുള്ളത്.